സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പല പ്രശ്നങ്ങളുണ്ടാവുന്നത്. കോച്ച് നന്നാവുന്നില്ല, അല്ലെങ്കിൽ കോച്ചിൻ്റെ പ്രഷർ, അത് കാരണം മരണങ്ങൾ വരെ സംഭവിക്കാറുണ്ട്. കേൾവിയുണ്ട്. ഈ കഴിഞ്ഞ സമയത്ത് നമുക്ക് റീസെൻ്റ്ലി കൊല്ലത്തൊക്കെ നടന്നൊരു ഇഷ്യൂ കേൾക്കാനിടായിട്ട് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം. കാരണം കുഞ്ഞുങ്ങൾ വന്ന് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച് അവർക്കൊരു മരണം സംഭവിക്കാന്ന് വെച്ചാൽ ഒരു ഫാമിലി എങ്ങനെ അത് അക്സെപ്റ്റ് ആവും, അല്ലെങ്കിൽ അത് എങ്ങനെ അവർ തരണം ചെയ്യും? അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇത്രയും എനർജി, ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇങ്ങനൊരു സംഭവം വരിക? അങ്ങനെ നോക്കുകയാണെങ്കിൽ റൂബി, ഞങ്ങൾക്ക് ക്ലബ്ബുണ്ട്, ഹോക്കി പ്ലേയേഴ്സിൻ്റെ ഒരു ക്ലബ്ബുണ്ട്, ഹസിൽ ഹോക്ക് ക്ലബ്ബ്. ഞാൻ കേരള സ്പൈസ് വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ പാർട്ടും കൂടെയാണ്. ഞങ്ങളുടെ ക്ലബ്ബിൽ തന്നെ പല ടൈപ്പ് ഓഫ് പിള്ളേരുണ്ട്. വെൽ ടു ഡു ഫാമിലി എന്നുള്ളവരുണ്ട്, ഒരു ഷൂ പോലും വാങ്ങിക്കാൻ പറ്റാത്ത. തീർച്ചയായിട്ടും അതെ. അപ്പം അവരെയൊക്കെ ചിലപ്പം ആരെയെങ്കിലുമൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ എന്താ പറയുക, അവർക്ക് ഇതിനോടുള്ള പാഷൻ കൊണ്ട് ഒരു ഷൂ എങ്കിലും വാങ്ങിച്ചു തരാൻ പറ്റുന്ന ആൾ. പക്ഷേ അവർ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ ഏത് ടൈപ്പാണെന്ന് പറയാൻ പറ്റില്ല. സോ അങ്ങനെ നമ്മുടെ അടുത്തൊക്കെ വന്ന് പറയുന്ന കുട്ടികളുണ്ട്. ബിക്കോസ് നല്ലതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല. The same thing might be happening in hostels also. Definitely. നല്ല പിള്ളേരും നല്ല വീട്ടിൽ പേരൻസിന് പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന പിള്ളേരും ഉണ്ടാവും, അല്ലാത്ത പിള്ളേരും ഉണ്ടാവും. ചിലപ്പോൾ ക്ലാഷസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കറിയില്ല. ഇപ്പം സായിയുടെ കാര്യം കൊല്ലത്ത് നടന്നത് വി ഡോ നോട്ട് നോ എന്താ സംഭവിച്ചത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. അത് കണ്ട് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഭാവിയിലുള്ളത് കുറച്ച് റെക്ടിഫിക്കേഷൻസ് അതിൽ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസ് ആണ് അവിടെ ഒക്കർ ചെയ്ത് വന്നേക്കുന്നത്. ഇപ്പം ലാക്ര, ഇപ്പം പഴയ ഇന്ത്യൻ ക്യാപ്റ്റൻ ലാക്ര അക്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ കോച്ച് അങ്ങനെ സെക്ഷൽ ഹറാസ്മെൻറ്റ് ചെയ്യുന്നു. അതും ഇൻവെസ്റ്റിഗേഷനിലാണ്. സോ നമുക്ക് കറക്റ്റായിട്ടൊരു ഇത് പറയാൻ പറ്റില്ല എന്താണ് അതിൻ്റെ ബിഹൈൻഡ് എന്നുള്ളത്. കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ വരാതെ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക ഭയങ്കര പാടായിരുന്നു. അതെ ഒബ്വിയസ്ലി. ജസ്റ്റ് എന്നാലും ഒരു ഫോമർ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ കാരണം ഞങ്ങൾ കളിക്കുമ്പോൾ എനിക്ക് ടു ബി ഓപ്പൺ വിത്ത് യു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്പോർട്സ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കോച്ചസ് ഞങ്ങളുടെ UC കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊച്ചമ്മ എന്ന് പറയും. ഷീ ഈസ് ഓൾസോ നോ മോർ. കൊച്ചമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഏലിയാമ്മ ഇട്ടി എന്നാ പേര്. കൊച്ചമ്മ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിലും നമുക്കൊക്കെ പോവായിരുന്നു. പക്ഷേ ഒരു ഹരാസ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ കളിക്കാൻ പോകുന്നുണ്ട്. കളിക്കാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ കളിച്ചിരുന്ന ആൾക്കാർ കളിക്കുന്ന അവരും കൂടെ ഉള്ള ഇപ്പോഴും ഞങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം ആ ഒരു ഫ്രീഡവും ഫ്രണ്ട്ഷിപ്പും ഇപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ട് ത്രെട്ടൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല.